സരിത എസ് നായരുടേതായി മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന കത്ത് വ്യാജമാണെന്ന് സരിതയുടെ മുൻ അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണൻ. യഥാർത്ഥ കത്ത് പുറത്തുവിടാതെ കത്ത് വ്യാജമാണെന്ന് തിരിച്ചറിയാനാകില്ലെന്ന് സോളാർ കമ്മീഷൻ പറഞ്ഞു. ഫെനിയെക്കൊണ്ട് കള്ളം പറയിപ്പിക്കുകയല്ല സർക്കാർ അഭിഭാഷകന്റെ ജോലിയെന്നും കമ്മീഷൻ പറഞ്ഞു. കത്തിന് പിന്നിൽ KB ഗണേഷ് കുമാർ MLA ആണെന്ന് ഫെനി ആരോപിച്ചു. മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന സരിതയുടെ കത്ത് വ്യാജമാണോ എന്ന ചോദ്യത്തെ തുടർന്നാണ് സർക്കാർ അഭിഭാഷകനും സോളാർ കമ്മീഷനുമായി വാക്കേറ്റമുണ്ടായത്. ഫെനിയെ കൊണ്ട് കള്ളം പറയിക്കലല്ല സർക്കാർ അഭിഭാഷകന്റെ ചുമതല. ഫെനിയുടെ കൈവശമുള്ള യഥാർത്ഥ കത്തിന്റെ പകർപ്പ് ഹാജരാക്കിയാൽ മാത്രമേ കത്ത് വ്യാജമാണോ എന്ന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നും കമ്മീഷൻ പറഞ്ഞു. കത്തിനെക്കുറിച്ചുള്ള ഫെനിയുടെ മൊഴി കമ്മീഷൻ രേഖപ്പെടുത്തിയുമില്ല. തുടർന്ന് കത്ത് വ്യാജമാണെന്നും ഇതിനു പിന്നിൽ KB ഗണേഷ് കുമാർ MLA ആണെന്നും ഫെനി ആരോപിച്ചു. എങ്ങനെങ്കിലും മുഖ്യനെ താരയിടണം. അപ്പം ഞാൻ ചോദിച്ചു, മുഖ്യം എന്ന് പറഞ്ഞാൽ ആരാന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിയാണ്, അതിനെ താരയിടണം. അത് പിന്നെ ഫെനി അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കണം. സഹായിച്ചു കഴിഞ്ഞാൽ ഫെനിക്ക് ഗണേഷ് കുമാർ സാറ് വർണ്ണ കാറും പിന്നെ അടുത്ത ഭരണം വരുന്ന സമയത്ത് അതിനുള്ള കാര്യങ്ങൾ സാറ് ചെയ്തു തരാമെന്ന് എന്നോട് പ്രദീപ് കുമാർ പറഞ്ഞു. ഫെനിയുടെ ഫോണിൽ നിന്നും കോൺഗ്രസ് നേതാവ് തമ്പാനൂർ രവിയുടെ ഫോണിലേക്ക് 42 തവണയും ബെന്നി ബെഹനാൻ MLAയുടെ ഫോണിലേക്ക് 150 തവണയും വിളിച്ചതിന്റെ രേഖകൾ കമ്മീഷൻ ഫെനിയെ കാണിച്ചു. എന്നാൽ ഫോൺ വിളികൾ വ്യക്തിപരമായിരുന്നുവെന്ന് ഫെനി മൊഴി നൽകി. കഴിഞ്ഞ സിറ്റിംഗിൽ കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് മൊഴി നൽകിയ ഫെനി മൊഴി മാറ്റി. താൻ CPM പ്രവർത്തകനാണെന്നാണ് ഇന്നത്തെ മൊഴി. എന്നാൽ CPMന്റെ പ്രാദേശിക നേതാക്കളെ അറിയില്ലെന്നും അഭിഭാഷകന്റെ ചോദ്യത്തിന് മറുപടി നൽകി. സർക്കാരിനെതിരായി മൊഴി നൽകാൻ സരിത ഇന്നും വിളിച്ചിരുന്നു. പലരെയും ബ്ലാക്ക്മെയിലിംഗ് ചെയ്യുന്നതിനാലാണ് സരിതയുടെ വക്കാലത്ത് ഒഴിഞ്ഞതെന്നും ഫെനി മൊഴി നൽകി. റിപ്പോർട്ടർ, കൊച്ചി.